അന്ന് ആ ദീപ് വന്നൊരു കാര്യം പറഞ്ഞപ്പോ എല്ലാവരും കൂടി അവനെ കടിച്ചു ഞാൻ പോയി. ഇനി അവളെ നേരെ ചാടി കടിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമല്ല എൻ്റെ ഗോപാലകൃഷ്ണൻ നായരെ. ഇനിയിപ്പോ പുതുതായിട്ടൊരാളെ തിരക്കാനും ജാതകൊത്ത് നോക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ. ആ ദീപുവിനെ വിളിച്ച് ഒരു നേരം നോക്കിക്കാൻ പറയാ. അറിയിക്കേണ്ട 4 ആളെ അറിയിക്കുക. വേണ്ടതൊക്കെ വേണ്ട നേരത്ത് ഞാൻ ചെയ്തോളാം. അതിന് ഇനിയിപ്പോ ആരുടെയും സ്റ്റഡി ക്ലാസ് വേണ്ട. ക്ലാസ് നടത്തേണ്ടത് തന്റെ അച്ചി ദേ ഇവള്. എനിക്കതിനിപ്പോ അമ്മ അന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇനി രണ്ടാളും കൂടെ അതും പറഞ്ഞ് എന്തൊരു കഷ്ടം നോക്കിയേ. എടി സരസ്വതി, മര്യാദയ്ക്ക് ആ പെണ്ണിനെ പിടിച്ച് ദീപുവിന്റെ കയ്യിൽ കൊടുത്തു. പഠിപ്പിച്ചിട്ട് നീ അവളെ വലിയ വയസ്സുറോന്നാക്കാൻ പോണില്ലല്ലോ. അതുകൊണ്ട് എത്രയും വേഗം കാര്യങ്ങൾ ബുദ്ധിയായിട്ട് ചെയ്തു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്യജാതിക്കാരി പിള്ളേര് ഈ തറവാട്ടിൽ വന്നു കിടന്ന് അന്തി ഉറങ്ങുന്നത് കാണേണ്ടി വരും. ഇവൾ ഇവിടുന്ന് കൂട്ടുകാരികളുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞ് ഇറങ്ങിയാലിപ്പോ ഇത് തന്നെയാ പണി. പലരും രണ്ടിനെയും കൂടെ പലയിടത്തും വെച്ച് കാണുന്നുണ്ട്. ന്യൂസൊക്കെ അപ്പോഴപ്പോ എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാം ഇവിടെ ഒന്നും പറയാത്തതാ. പറഞ്ഞിട്ടെന്താ, ഒരു കാര്യമില്ല. എടാ എന്നും പറഞ്ഞ് നീ മിഴിമിഴാന്ന് നോക്കിക്കൊണ്ട് നിന്നാലേ ഒടുവിൽ പെണ്ണവന്റെ കയ്യിലിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ എന്ത് ചെയ്യണോന്നാ? അവന് നല്ല ഇടി കൊടുത്ത് വരട്ടി വിടണം. അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല. അത് ഈസിയാ. ഈശാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. എത്രയായാലും അവൻ വർത്തനല്ലേ, നീ നാട്ടുകാരനല്ലേ. അതെ, ആ അതാ പറഞ്ഞത്. മേല് നോവുമ്പോ അവൻ അവന്റെ നാട് പിടിക്കും. കൊടുക്കുമ്പോ നല്ല ശരിക്കും കൊടുത്തു വിടണം. മേല് നോവണം. വരട്ടെ, പലയിടത്തും ഞാനിട്ട് വളയുന്നുണ്ട്. ഒരു ദിവസം ഒതുങ്ങി കിട്ടും. അടിച്ചു കളയരുത്. 60 രൂപ. സോറി. ഇതെന്താ വില? ഇതിന് 8 രൂപ 50 പൈസ. വേണ്ട. ഇത് ഇത് 14 രൂപ. വേണ്ട. ദാദാ ഇത് 60 രൂപ. ഇതെന്താപ്പാ വില? ഈ കണക്കിന് താടി വളർത്തി പോവല്ലോ. എന്നാ പിന്നെ ഫ്രീ ആയിട്ട് തരാം. എങ്കിൽ ഇത് തന്നെ എടുത്തോണം. സോപ്പ് ഈ കിടക്കുന്നതിനാണ് സോപ്പ് എന്ന് പറയുന്നത്. ഏതാന്ന് വെച്ചാൽ എടുത്തോണം. ഇതിനെന്താ വില? വില എന്താണെന്നുള്ളത് അതിൽ എഴുതി ഒടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഒരു കടയിൽ കയറിയാൽ സാധനത്തിന്റെ വില ചോദിക്കാൻ പാടില്ലേ? എന്താ പാടില്ലെന്നു? പാടില്ല, ഇവിടെ പാടില്ല. ഇതും കൂടി ചേർത്ത് ബില്ലിതാ. അങ്ങനെ ഇപ്പൊ ബില്ല് തരുന്നില്ല. നിനക്ക് എന്നെ അറിയാമോ? സൂക്ഷിച്ചു നോക്ക്. മനസ്സിലാവുന്നില്ല? ഒട്ടും ഓർമ്മ വരുന്നില്ല? വീട്ടിൽ പറഞ്ഞതാണോ പോന്നേക്കുന്നത്? പ്രഭാര, നീ താഴെ പോയിന്നോ. മുകളിലേക്ക് ഞാൻ പറഞ്ഞിട്ട് ആളെ വിട്ടാ മതി. ഇതെന്താ നിനക്ക് പ്രാന്തളയിരിക്കുന്നേ? ആളെ കൊല്ലാൻ പോവാ? അതേടാ.
മിണ്ടരുത്. കാച്ചുകളയും മിണ്ടരുത്. കേറിയിരിക്കൂ. ആരാ? മനസ്സിലായില്ല. ഞാന് എന്റെ പേര് ദേവൻ, ഭാമയുടെ ഫ്രണ്ടാണ്. എന്തേ? ഒന്നുമില്ല, വെറുതെ ഇതുവഴി ഇങ്ങനെ പോയപ്പോ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. അങ്ങനെ കേറിയിട്ട് പോവാൻ ഇതെന്താ സത്രം പറ്റണോ? മുത്തശ്ശിക്ക് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. തീരെ ഇല്ല. സാറില്ലേ? ഇല്ല. ഓഫീസിൽ പോയിരിക്കാ? അതെ. ഞാന് സാറിനെ ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ഭാമയുടെ ഒപ്പം. CA പഠിക്കുന്നു പറഞ്ഞ? ആ അതെ. അമ്മയ്ക്ക് ആളെ മനസ്സിലായില്ലേ? ഓഹോ, മനസ്സിലായി. ഇവനല്ലേ ആ ദീപും സെറ്റും കൂടെ കടക്കകത്തിട്ട് അടിച്ചെല്ലൊടിച്ചത്? അതെ മുത്തശ്ശി, അതെന്നെ തന്നെയാ. പ്രദീപ് ഒന്ന് പറഞ്ഞു കാണുമെന്ന് തോന്നി, അതുകൊണ്ട് കൂടിയാ നേരിട്ട് വന്ന് കാര്യം പറഞ്ഞോളാന്ന് വെച്ചത്. ഈ മുത്തശ്ശിക്ക് എല്ലാം അറിയാം. സാറിനെ എന്തിനാ കാണുന്നേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നെ എല്ലാരും ഒന്ന് നേരിട്ട് കണ്ട് പരിചയപ്പെടണമെന്ന് തോന്നി. കിഴക്കനെല്ലൂർ മനാന്ന് പറയും. അച്ഛന്റെ തറവാട് അങ്ങനെ അറിയപ്പെടുക. അച്ഛന്റെ പേര് ഡോക്ടർ KBD നമ്പൂതിരിപ്പാട്. ബ്രഹ്മദത്തന്ന ശരിയായ പേര്. നമ്പൂരിയാ? ഞാൻ നമ്പൂതിരിയല്ല, അമ്മ നായർശ്രീയാ. പടിഞ്ഞാറ്റും പടിയറ്റതിൽ എന്ന് പറയും, അവിടത്തെയാ. വെറുതെ ഇതിലെ പോയപ്പോ ഒന്ന് കേറി എല്ലാരെയും കണ്ടിട്ട് പോവാന്ന് കരുതി.
ഈ തമ്പുരു ആരുടെയാ? ഭാമയുടെ ആണോ? ആ ഏ ഒന്നുമല്ല, അതെന്റെയാ. ആ അവളുടെ അത്ര നോണ പറയാനുള്ള ഒരു വാസനയെ. മുത്തശ്ശിയുടെ തന്നെയാ. മുത്തശ്ശി നന്നായിട്ട് വയലിൻ വായിക്കും. അതെയോ? എല്ലാം നന്നായി വായിച്ചിരുന്നു, അസലായിട്ട് പാടിയിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരിക്കൽ നീ അന്ന് കുഞ്ഞാ ഗോവിന്ദൻ മാമന്റെ ഒരു കച്ചേരി ഈ തറവാട്ട് വെച്ച് നടത്തിയപ്പോ പക്കമേളത്തിന് ഞാൻ മൃദംഗവും വായിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം പോയി കുട്ടി, ഒന്നും പഴയ പോലെ ഓർമ്മ നിൽക്കണില്ല. ദേവൻ അസലായിട്ട് പാടും. അതെയോ? ഏയ് വെറുതെ പറയാ. അയ്യോ പച്ചക്കള്ളം, നന്നായിട്ട് പാടും. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, ചുമ്മാ എല്ലാരെയും പോലെ മൂളിപ്പാട്ട് പാടും, അത്രേ ഉള്ളൂ. അത്രയും ഉള്ളെങ്കിൽ അത്രയും കേൾക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. വിരോധമൊന്നുമില്ല. എങ്കി വാ, ഇങ്ങോട്ടിരിക്കും, വാ. അല്ല, ആദ്യമായിട്ടൊരു വീട്ടിൽ വന്ന് കേറുമ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല. പാടാൻ പറഞ്ഞ അങ്ങ് പാടിയാ മതി.